ഹായ് നമസ്കാരം, ഞാൻ ബിബിൻ. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് iBELL ഒരു പവർ ഹാൻഡ് ബ്ലെൻഡർ ആണ്. ഇതിന്റെ അൺബോക്സിങ് കാര്യങ്ങളും ഇതിന്റെ ഫീച്ചേഴ്സും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അമ്മമാർക്കും ഇപ്പോൾ തരംഗമായിരിക്കുന്ന കേക്ക് മേക്കേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മോഡലാണ്. നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. നമുക്കിതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ചോപ്പർ ഉണ്ട്, പിന്നെ ബീറ്റർ ഉണ്ട്. ബീറ്ററിൻ്റെ 2 ടൈപ്പ് ബീറ്റേഴ്സും ഉണ്ട്. എഗ് ചെയ്യാനുള്ള മോഡല് മൊത്തം നല്ല കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു ടംബ്ലർ ഉണ്ട്, 600 ലിറ്ററിൻ്റെ ഒരു ടംബ്ലർ. നമുക്കപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് അടിപൊളിയായിട്ട് കാണാം. നമ്മുടെ ഫേവറേറ്റ് സാധനം വെച്ച പാക്ക് ചെയ്താണ്, കണ്ടില്ലേ? നമ്മളിത് എന്ത് കണ്ടാലും നമ്മൾ എങ്ങനെയാണെങ്കിൽ ഞെക്കി പൊട്ടിച്ച് എല്ലാ രസമുണ്ട്. പൊട്ടുന്ന സാധനങ്ങളിലാണ് നമുക്ക് ഈ സ്പോഞ്ചിൻ്റെ ഐറ്റം വന്നിട്ടുള്ളൂ. എഗ് ബീറ്ററിൻ്റെ സംഭവം, ഇത് നമ്മുടെ എഗ് ബീറ്ററിന് കൂടുതൽ സിംഗിളായിട്ടുള്ള ടൈപ്പ് കുറേ ഐറ്റം ഉണ്ട്. എഗ് ബീറ്ററിൻ്റെ ഹോൾഡറാട്ടോ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തേക്കണം. അതുകൊണ്ട് മോട്ടർ വെയിറ്റാട്ടോ. അപ്പം നമ്മുടെ മോട്ടർ വന്നിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ 1000 വാട്ടിൻ്റെ ഉണ്ട്. നമ്മൾ പേന യൂസ് ചെയ്യും പോലെ യൂസ് ചെയ്യുന്നല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നിലത്തൊക്കെ വീഴാണ്ട് ശ്രദ്ധിക്കണം. പിള്ളേർ കളിക്കാണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഈ പറഞ്ഞ ഹോൾഡേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഗാഡി, പിന്നെ ഇതിൽ 2 സ്വിച്ച് ഉണ്ട്. ഒന്ന് ടർബോയും പിന്നെ ഇത് നോർമലായിട്ട് നമുക്ക് പെട്ടെന്ന് ചെറിയ ഇതിന് വേണ്ടിയിട്ട് പറ്റുന്ന 2 സ്വിച്ചസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് 5 സ്റ്റെപ്പ് സ്പീഡുണ്ട്. 1 2 3 4 5. അത് നമ്മൾ ഇങ്ങനെ തിരിക്കാം. ഇപ്പം ഇതിനകത്ത് വെച്ചാൽ നമ്മൾ 5 സ്പീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്പറേഷനിൽ മേളിൽ T പോലൊരു സ്വിച്ച് ഉണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ആ സെയിം സ്പീഡ് നമുക്ക് കിട്ടും. ടർബോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് സ്പീഡിൽ ഒന്നിലിട്ടേക്കണമെങ്കിൽ നമ്മൾ 5ൻ്റെ സ്പീഡ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് എന്താ കറക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിതിനകത്ത് വന്നേക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോപ്പറുണ്ട്. ചോപ്പറിനകത്ത് SSൻ്റെ ബ്ലേഡാണ് വന്നത്. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ലിഡ് പോലെയുള്ള രീതിയിൽ ഇതിനുള്ള ഒരു ക്ലോസിംഗ് ആണ്. നമ്മുടെ ജാറിൻ്റെ അടപ്പടയ്ക്കുമല്ലോ, ആ ഒരു ടൈപ്പ് തന്നെയാണ് അതിൻ്റെ അടപ്പ് വന്നിട്ട്. പിന്നെ ഇതിനകത്ത് ബ്ലേഡ് SSൻ്റെ ബ്ലേഡ് അടിപൊളി, നല്ല മൂർച്ചയുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡാണ്. രണ്ട് സൈഡിലും നല്ല മൂർച്ചയുണ്ട്. SSൻ്റെ ആണ്, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടില്ല മനസ്സിലായി ബൗൾ. ഇതിനകത്ത് നമുക്കൊരു 600 ml കപ്പാസിറ്റി ഉള്ള ബൗളാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടല്ലേ, ഈ ഒരു നീഡിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ബ്ലേഡ് ആദ്യം ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിൽ സ്പ്രിങ് ഉണ്ട് കേട്ടോ, കണ്ടാൽ മനസ്സിലാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇതിനകത്ത് ഇട്ടേക്കുന്ന സംഭവങ്ങൾ പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്ന് അരഞ്ഞോളൂ. പിന്നെ നമ്മൾ ഇത് അടയ്ക്കുമ്പോൾ ഇതിനകത്തൊരു വെട്ടുണ്ട്. ആ വെട്ടിനകത്ത് വീഴാൻ പാകത്തിനങ്ങോട്ട് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യണം. ഓക്കെ. ദെൻ നമ്മുടെ ഈ മോട്ടർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ലോക്കിലിട്ടു. നമ്മളിനി ജസ്റ്റ് ഇത് ഓൺ ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് പീസാണ്. നമ്മളത് കസ്റ്റമർക്ക് കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് ഓൺ ചെയ്ത് പ്രൊഡക്റ്റ് ഇട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. നമുക്കിനി ഇതിപ്പോൾ നമ്മുടെ എൻക്വയറി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇട്ടൊക്കെ കാണിക്കാം. നിങ്ങൾ സാധാരണ ഒരു ചോപ്പർ യൂസ് ചെയ്യുന്നതിന് പകരം കൈ കൊണ്ട് നമ്മൾ പുഷ് ചെയ്യുന്നതിന് പകരം നമുക്ക് മോട്ടർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു ഫീച്ചർ. തിരിച്ചതുപോലെ ഞാനത് ഊരിയെടുക്കുകയാണ്. ഓക്കെ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ നമ്മളോട് റിപ്പീറ്റ് ചെയ്യാം. ഇത് ചോപ്പറാണ്. നമ്മളതിനകത്ത് ഓൾറെഡി ബ്ലേഡ് ഉണ്ട്. നമുക്ക് നിലവിൽ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ കൈ കൊണ്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ്, മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ചോപ്പറിൻ്റെ
നമ്മുടെ മോട്ടറും കൂടെ അതിനകത്ത് ഘടിപ്പിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് കറക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഒരുപാട് സ്പീഡൊന്നും ഇടാണ്ടിരുന്നേ, നമ്മൾ 3-ലോ 4-ലൊക്കെ ഇട്ട് യൂസ് ചെയ്താൽ മതി. നമ്മളത് എത്രമാത്രം സ്ലൈസ് ആയിട്ട് വരണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതായിട്ട് വരണമെങ്കിൽ നമ്മളതനുസരിച്ച് ചെയ്താൽ മതി, സ്പീഡ് കൂട്ടിയിടുക. ഓക്കെ. ദെൻ നമ്മളിതിനകത്തൊരു ടംബ്ലർ ഉണ്ട്. ഇത് വന്നിട്ട് നമുക്കൊരു 600 ml ടംബ്ലറാണ്. ഇതിനകത്ത് നമുക്ക് മെയിൻലി നമുക്ക് ചെറിയ ജ്യൂസുകൾ, മറ്റേ നമ്മൾ എന്താ പറയുക പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നായിട്ട് ഇതിനകത്ത് ചെയ്യാം. പിന്നെ വന്നിട്ട് പൊട്ടറ്റോടെ തൊണ്ട് കളയുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അതിന് വേണ്ടിയൊരു എക്യുപ്മെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് SS-ൻ്റെ ബ്ലേഡ് ഉണ്ട്. നമുക്ക് മിക്സിക്കകത്തൊക്കെ ഉള്ള ടൈപ്പ് തന്നെ ഒരു ബ്ലേഡ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അത് നമ്മൾ ഇത് ഞാൻ ഈ മോട്ടറിലേക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. അതൊക്കെ അത് തന്നെ നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ടൊരു തിരിച്ചാൽ മതി. ഓക്കെ. ഇതിനകത്ത് നമ്മളിപ്പോൾ നിലവിലെ ഐറ്റം വെച്ചിട്ട് നമ്മളിപ്പം സപ്പോസ് നമ്മൾ ജ്യൂസ് ആണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക ജ്യൂസ് അടിക്കാനുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ അടിക്കാൻ പറ്റും. പാല് കടയിൽ അങ്ങനെയുള്ള ചെറിയ പരിപാടി, തൈര് കടയിൽ, വെണ്ണ കടയിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതുകൊണ്ട് തന്നെ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ടംബ്ലറിനകത്ത് എന്താ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിട്ട് നമ്മൾ അരയ്ക്കാൻ അല്ലെങ്കിൽ അടിക്കാൻ, ജ്യൂസായിട്ട് അടിക്കാം. ചെറിയ ചെറിയ നമ്മളിപ്പോൾ ഷെയ്ക്ക് അടിക്കാനൊക്കെ ഉള്ള നമ്മൾ ഉദ്ദേശിക്കുന്നില്ലേ, ആ ഒരു ചെറിയ പരിപാടി ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് നടക്കും. പിന്നെ നമ്മളതിന് ഊറ്റി എടുത്താൽ മതി. സിമ്പിളായിട്ടൊരു പരിപാടിയുള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് പിടിക്കുമ്പോൾ നമ്മൾ ഒന്ന് നോക്കിയേക്കണം. ഇത് സെയിം തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്പീഡ് ഇതിനകത്ത് എളുപ്പം എനിക്ക് കണ്ടിട്ട് ടർബോ സ്പീഡിൽ പെട്ടെന്ന് 2 പ്രാവശ്യം നിൽക്കിയാൽ മതി എന്ന് തോന്നി. പറഞ്ഞ സ്പീഡിനിപ്പോൾ കുറേ നേരം ചെയ്യേണ്ടതൊക്കെ അത് ഈ മേളിലത്തെ സ്പീഡ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സംഭവം നമ്മുടെ എഗ് ബീറ്റർ മറ്റേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മതി. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് എഗ് ബീറ്റർ നമ്മൾ സിംഗിളായിട്ടുള്ള ടൈപ്പ്, അതും നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതിലിങ്ങനെ തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഇതിനകത്തിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബൗളിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൗളിൽ നമുക്കിട്ട് അതും ഞാൻ പറഞ്ഞ പോലെ അത് ചെറിയ സ്പീഡിലിട്ട് ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ട അവസ്ഥ വരുന്നത്. നിങ്ങൾ കേക്ക് മേക്ക് ചെയ്യുന്നവർക്ക് ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പാകത്തിന് നിങ്ങളത് യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ബട്ടൺ യൂസ് ചെയ്യുകയായിരിക്കും കുറച്ചും കൂടി. ടർബോയിലാകുമ്പോൾ സ്പീഡ് ഭയങ്കരമായിട്ട് കണ്ടവാൻ കൂടുതൽ സ്പീഡായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ഒരു ഡബിളായിട്ടുള്ള എഗ് ബീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഹോൾഡർ ഇങ്ങനെയാണ് 2 ബ്ലേഡ് സെപ്പറേറ്റാണ് വന്നിട്ടുള്ള. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഇതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു വെട്ട് നോക്കി ഇട്ടാൽ മതി. ഓൾറെഡി അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ തന്നെ ഇട്ട് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ ബൗളിൽ യൂസ് ചെയ്യാം. എന്നാലും നമുക്ക് പറഞ്ഞ കയ്യിൽ ഒതുക്കി യൂസ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. മറ്റേ വലിയ എഗ് ബീറ്റർ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ വലിയ പാടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വാട്സ് കൂടുതലുകൊണ്ട് നമുക്ക് ഇത്ര പവറും ഉണ്ടാവും. അതാണ് നമുക്ക് അതിനകത്ത് പറയുന്നത് iBELL ആയതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് 2 പിന്നിൻ്റെ കോഡ് വയറുള്ള ലെങ്ത് കുറച്ച് കുറവാണ്, 2 മീറ്റർ ഉള്ളൂ. അപ്പം ഇതാണ് സംഭവങ്ങൾ. ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ വിശദമായിട്ട് പറയാം. നിലവിൽ കയ്യിലുള്ളതെന്ന് പറഞ്ഞത് വെജിറ്റബിൾ ചോപ്പർ, ഒരു ബൗളുണ്ട് 600 ml. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഇത് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കടച്ചിൽ എന്താണെന്ന് വേണമെങ്കിൽ പറയാം. പ്ലസ് നമുക്കൊരു വെജിറ്റബിൾ കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ജ്യൂസ് അടിക്കുന്ന ചെറിയൊരു രീതിയിൽ, പക്ഷേ ഇത് ചെറുതാണെങ്കിൽ യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ സിംഗിൾ എഗ് ബീറ്റർ, പിന്നെ വന്നിട്ട് ഡബിൾ എഗ് ബീറ്റർ എല്ലാം നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിലവിൽ ഇതിനകത്ത് 4-in-1 യൂസേജ് ആണ് നമുക്കുള്ളത്. നമുക്ക് കാണാൻ പറ്റും 2 ടൈപ്പ് എഗ് ബീറ്റർ ടൈപ്പും, പിന്നെ നമ്മളൊരു ചോപ്പർ ടൈപ്പും, ഒരു വെജിറ്റബിൾ ചോപ്പർ, ഒരു മിക്സർ, പിന്നെ വന്നിട്ട് മോട്ടർ എല്ലാത്തിനും കോമൺ ആണ്. വലിയ പ്രൈസിങ് ഒന്നുമില്ല. 3000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. ഓൺലൈനിൽ നമുക്ക് ഇതിലും പ്രൈസിങ് താഴെയായിരിക്കും. iBELL കമ്പനിയുടെയാണ് നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് iBELLൻ്റെ മൾട്ടി ഹാൻഡ് ബ്ലെൻഡറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.